മാങ്ങയുടെ കഥ, മാങ്ങയുടെ വാക്കുകൾ. ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്നെ അറിയാലോ അല്ലേ? ഈ നാട്ടിൽ എത്ര തരം ഫലമുണ്ട്. എന്നിട്ടും എന്നെ തന്നെ ഫലങ്ങളിൽ രാജാവായിട്ടാണ് കാണുന്നത്. എന്നെ കഴിക്കാതെ എന്തുകൊണ്ടാ ചൂടുകാലത്ത് ജീവിക്കാൻ പറ്റാത്തെ? നിങ്ങൾക്കറിയാമോ ഈ ലോകത്തിൽ ഏറ്റവും ആദ്യം എന്നെ ആരാ തിന്നതെന്ന്? പിന്നെ കാട്ടിൽ നിന്നും ഗ്രാമത്തിലേക്ക്, ഗ്രാമത്തിൽ നിന്ന് നേരെ നിങ്ങളുടെ നഗരത്തിലേക്ക് ഞാൻ എങ്ങനെ വന്നൊന്നും അറിയില്ലെങ്കിൽ ഈ കഥ കാണൂ. ഒരുപാട് നാൾക്ക് മുമ്പ് ഈ ലോകത്ത് ഒരു വലിയ മാരാരോഗം ഉണ്ടായിരുന്നു. ആ ഒരു രോഗം എങ്ങനെ മാറുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഈ ഒരു അസുഖം കാരണം മനുഷ്യനും മൃഗവും അനുഭവിക്കുകയായിരുന്നു. ചോട്ടുമാനെ, നീ എന്റെ സഹോദരൻ ലംബിക്കരടിയെ കണ്ടോ? അതെ, ഇന്നലെ വൈകുന്നേരം കുളത്തിന്റെ കരയിൽ അവൻ ഇരിക്കുന്നത് ഞാൻ കണ്ടു. കണ്ടിട്ട് അവന് വലിയ സുഖമില്ലായിരുന്നു. ഞാൻ കുറച്ചുനേരം അവനോട് സംസാരിച്ചു, പിന്നെ അവൻ പോയി. പക്ഷെ അവൻ വീട്ടിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. വേഗം വരൂ, അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ? അങ്ങനെ അവര് രണ്ടുപേരും തടാകത്തിലോട്ട് ഓടിപ്പോയി. അവിടെ ചെന്ന് അവര് കണ്ട കാഴ്ച ദുഃഖകരമായിരുന്നു. ലംബിക്കരടി മരിച്ച നിലയിൽ കിടക്കുകയായിരുന്നു. അതിന്റെ ചുറ്റും സങ്കടത്തോടെ എല്ലാ മൃഗങ്ങളും ഇരിക്കുകയായിരുന്നു. ലംബി, എഴുന്നേക്ക് സഹോദര, എഴുന്നേക്ക്. ഇത് പറഞ്ഞ് മോണ്ടിക്കരടി പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. മോണ്ടിക്കരടി, നോക്ക്, ലംബിക്കരടിയുടെ വിരലുകളും കാൽവിരലുകളും നീല നിറമാണ്. അതിനർത്ഥം ആ മഹാമാരി കാരണം അവൻ മരണപ്പെട്ടു എന്നല്ലേ? വർഷങ്ങളായി നമ്മൾ മഹാമാരിയോട് യുദ്ധം ചെയ്യുന്നു. എല്ലാ മൃഗങ്ങളും ആകാശത്തോട്ട് നോക്കി രണ്ട് കൈയും വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ ഭഗവാനെ, ഞങ്ങൾ മൃഗങ്ങൾ ആരെ ഉപദ്രവിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞങ്ങളോട് ഈ പരീക്ഷണം? ഞങ്ങളുടെ കാട്ടിൽ നിന്ന് ഈ മഹാമാരിയെ ഒന്ന് മാറ്റി തരണമേ. ഈ ഒരു അസുഖത്തിന് എന്തെങ്കിലും ഒരു പോം വഴി നീ തരണേ, ഇല്ലെങ്കിൽ എല്ലാ മൃഗങ്ങളും മരിച്ചു പോകും. എന്റെ ഭഗവാനെ, ഞങ്ങൾ മൃഗങ്ങൾ ആരെ ഉപദ്രവിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാ ഞങ്ങൾക്ക് ഈ ശിക്ഷ തരുന്നത്? ഈ മഹാമാരി ഈ കാട്ടിൽ നിന്നും മാറ്റി തരണം. ഈ ഒരു അസുഖത്തിന് ഒരു പോം വഴി ദൈവമേ നീ തരണമേ, ഇല്ലെങ്കിൽ എല്ലാ മൃഗങ്ങളും ചത്തുപോകും. ഇത്രയും പറഞ്ഞപ്പോ ആകാശം ഇരുണ്ട് കയറാൻ തുടങ്ങി. പെട്ടെന്ന് അവിടെ നല്ല മഴ പെയ്യാൻ തുടങ്ങി. എല്ലാ മൃഗങ്ങളും മഴ നനയാതിരിക്കാൻ അവിടെയും ഇവിടെയും ഓടാൻ തുടങ്ങി. ആകാശത്തുനിന്നും മഴയുടെ കൂടെ ഒരു വിത്ത് താഴത്തോട്ടങ്ങ് വീണു. മഴ കാരണം ആ ഭൂമിയിലെ മണ്ണ് നനഞ്ഞിരിക്കുകയായിരുന്നു. ആ മഴ കാരണം ആ വിത്ത് ഭൂമിയിലേക്ക് അങ്ങ് ചേർന്നു. ആ വിത്ത് അവിടുന്ന് അപ്രത്യക്ഷമായി. അടുത്ത ദിവസം രാവിലെ ആയപ്പോ എല്ലാ മൃഗങ്ങളും വെള്ളം കുടിക്കാൻ തടാകത്തിലേക്ക് വന്നു. അപ്പൊ അവര് നോക്കുമ്പോ അവിടെ ഒരു മരം കണ്ടു. അല്ല, ഈ കുളത്തിന്റെ കരയിൽ ഈ മരങ്ങളൊക്കെ എങ്ങനെ വന്നു? അതും ഒറ്റ ദിവസത്തില്. ആ മരത്തിൽ നിന്ന് രണ്ട് മാങ്ങ കിളുത്തു വന്നു. പക്ഷെ മാങ്ങയുടെ പേര് ഇവരെല്ലാവർക്കും അറിയില്ലായിരുന്നു. അല്ല, നിങ്ങൾ കണ്ടില്ലേ ഈ പഴങ്ങൾ എങ്ങനെയാ ഒരു നിമിഷം കൊണ്ട് വലുതായതെന്ന്? ഇത് വല്ലാത്തൊരു അത്ഭുതമായിരിക്കുന്നല്ലോ. ആ ആ വല്ലാതെ വേദന എടുക്കുന്നു. ആ എല്ലാ മൃഗങ്ങളുടെ ശ്രദ്ധ ചോട്ടുമാനിലേക്ക് തിരിഞ്ഞു. അവനാണെങ്കിൽ നിലവിളിച്ചോണ്ട് വരികയായിരുന്നു അങ്ങോട്ടേക്ക്. എന്തു പറ്റി ചോട്ടുമാനെ നിനക്ക്? നിനക്ക് വല്ലാതെ വേദന എടുക്കുന്നുണ്ടല്ലോ. ആ, എന്റെ കൈയും കാലൊക്കെ നോക്ക്. എല്ലാ മൃഗങ്ങളും നോക്കുമ്പോ ചോട്ടുമാന്റെ കയ്യും കാലും നീലിച്ചു വരികയായിരുന്നു. അയ്യോ ചോട്ടുമാനെ, ആ മഹാമാരി നിന്നെയും പിടികൂടിയെന്നാ തോന്നുന്നത്. അതെ, എനിക്ക് തോന്നുന്നത് ഞാൻ മരിച്ചു പോവെന്നാണ്. വിട പറയുന്നു സുഹൃത്തുക്കളെ. ഇത് പറഞ്ഞു ചോട്ടുമാൻ വീണു. നീണ്ട ശ്വാസം വിട്ടോണ്ടിരിക്കുകയായിരുന്നു. അയ്യോ ദൈവമേ, ചോട്ടുമാൻ മരിക്കുന്നത് കാണാൻ വയ്യല്ലോ, ഞങ്ങളെ സഹായിക്കണേ. അപ്പൊ അവരൊരു ശബ്ദം കേട്ടു. പ്രിയപ്പെട്ട മൃഗങ്ങളെ, ദൈവം ഇന്നലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു. അതുകൊണ്ടാണ് എന്നെ ഇവിടെ വളർത്തിയത്. അല്ല, നിങ്ങൾ മരങ്ങൾക്ക് സംസാരിക്കാനൊക്കെ കഴിയോ? ഈ മഹാമാരി കാരണം നിങ്ങൾ മൃഗങ്ങൾ മാത്രമല്ല, മനുഷ്യരും വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ അവൻ ചെയ്തതിൻ്റെ ഫലമാണ് അനുഭവിക്കുന്നത്. പക്ഷെ നിങ്ങൾ പാവമൃഗങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ദൈവം എന്നെ അയച്ചത്. എന്നിലുള്ള ഈ ഫലങ്ങൾ നിങ്ങൾ പറിച്ച് ചോട്ടുമാനിന് കൊടുക്കുക. എന്നിട്ട് ആ അത്ഭുതങ്ങൾ കണ്ടോളൂ. ഇത് കേട്ട് രാമു ആന അവന്റെ തുമ്പിക്കൈ കൊണ്ട് മാങ്ങ പറിച്ചു. എന്നിട്ട് ചോട്ടുമാന്റെ വായിലോട്ട് വെച്ചു കൊടുത്തു. മാങ്ങ കഴിച്ചു 3 മിനിറ്റ് ആയപ്പോഴേക്കും ചോട്ടുമാൻ ചാടി എണീറ്റ് നിന്നു. ഇത് കൊള്ളാലോ, എനിക്കിപ്പോ ഒരു കുഴപ്പവും ഇല്ല. ഈ പഴം എന്ത് സ്വാദിഷ്ടമാണെന്നോ! ഇതുപോലൊരു പഴം ഞാൻ ഇന്നേ വരെ കഴിച്ചിട്ടില്ല. പ്രിയ മൃഗങ്ങളെ, ഈ പഴം സ്വാദിഷ്ടമാണ്. മാത്രമല്ല, ഈ മഹാമാരിയെ പിടിച്ചു കെട്ടാനുള്ള ശക്തിയും ഇതിനുണ്ട്. ഇതിൻ്റെ പേര് ആം എന്ന് വിളിക്കപ്പെടും.
ഇത് ലോകത്തിലെ തന്നെ വളരെ സ്വാദിഷ്ടമായ ഫലമായി മാറും. ഇത് കഴിക്കുന്ന ഓരോ മനുഷ്യനും മൃഗവും ഇത് കഴിക്കാൻ വീണ്ടും ആഗ്രഹിക്കുന്നതായിരിക്കും. അങ്ങനെ മാങ്ങ കാട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും ഇഷ്ടപ്പെട്ട ഫലമായി മാറി. കാട്ടിലെ എല്ലാ മൃഗങ്ങളും മാങ്ങ പറിച്ച് തിന്നാനും തുടങ്ങിയിരുന്നു. പിന്നീട് കാട്ടിൽ മഹാമാരിയൊന്നും വന്നിട്ടേയില്ല. എല്ലാം നല്ല രീതിയിൽ പോവുകയായിരുന്നു. പക്ഷെ ഒരു ദിവസം ഒരു വ്യാപാരി ആ വഴി വന്നു. അവന്റെ തോളിൽ ഒരു തത്തമ്മയുണ്ടായിരുന്നു. കയ്യിൽ കോടാലിയും ഉണ്ടായിരുന്നു. മുതലാളി, ഇത് തന്നെയാണ് ഞാനന്ന് പറഞ്ഞ മരം ഇല്ലേ? ഓ, അങ്ങനെയാണോ? ഇതാണോ ആമ്പഴത്തിന്റെ മരം? ഇത് കഴിക്കുന്നതിലൂടെ പകർച്ചവ്യാധിയിൽ നിന്നും എന്നേക്കുമായി ആശ്വാസം ലഭിക്കും. എങ്കിലിത് ഇപ്പൊ തന്നെ വെട്ടിയെടുത്തേക്കാം. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എന്തിനാണ് എന്നെ മുറിക്കുന്നത്? അപ്പോഴേക്ക് എല്ലാ മൃഗങ്ങളും അവിടെ കൂട്ടത്തോടെ വന്നു. ആന പറഞ്ഞു, ക്രൂര മനുഷ്യ, നിങ്ങൾ എന്തിനാണ് ഈ മരം മുറിക്കാൻ ശ്രമിക്കുന്നത്? നഗരത്തിലൊക്കെ മഹാമാരി പിടിപെട്ടിരിക്കുകയാണ്. ഞാൻ ഈ മരം മുറിച്ചിട്ട് ഇതിലെ മുഴുവൻ പഴവും എടുത്തിട്ട് നഗരത്തിൽ കൊണ്ടുപോയി വിൽക്കാൻ പോവാ. അങ്ങനെയെങ്കിൽ നീ എല്ലാ ആമ്പഴങ്ങളും കൊണ്ടുപോയിക്കോളൂ. ആർക്കൊക്കെ അസുഖങ്ങളുണ്ടോ അവർക്ക് ഈ പഴം കൊടുക്കും. ഇത് നഗരത്തിൽ കൊണ്ടുപോയി വിറ്റാൽ പാവപ്പെട്ട മനുഷ്യർക്കൊക്കെ എങ്ങനെ ലഭിക്കും? അതെ, ഞാനൊരു വ്യാപാരിയാണ്. ഇതൊക്കെ എന്തിനാ ഞാൻ ചിന്തിക്കുന്നേ? ഈ മരം ഞാൻ മുറിക്കാതെ പോയാ എന്നെപ്പോലെ മറ്റു വ്യാപാരികൾ ഇവിടെ വന്ന് ഈ പഴവുമായി ഇവിടുന്ന് പോയി അവർ വലിയൊരു പണക്കാരായി മാറും. അങ്ങനെ അവൻ കോടാലി കയ്യിലെടുത്ത് വീശാൻ തുടങ്ങിയപ്പോ വേണ്ട! എല്ലാ മൃഗങ്ങളും നിലവിളിക്കണ കണ്ട് ആ വ്യാപാരി ബോധം കെട്ട് തറയിലോട്ട് വീണു. ആ, എനിക്കിതെന്താ പറ്റിയത്? മുതലാളി, നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങളുടെ കൈയും കാലും നീലിച്ചു വരികയാണല്ലോ. ആ വ്യക്തിക്ക് ഒരു ആമ്പഴം പറിച്ചു കൊടുക്കൂ. വേണ്ട പ്രിയപ്പെട്ട മരമേ, ഇവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാ അവൻ നിന്നെ എന്തായാലും മുറിച്ചു കളയും. ജീവൻ രക്ഷിക്കാനാണ് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. എനിക്കിവിടെ ഒരാളും മരിച്ചു വീഴുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല. നിങ്ങൾ അവനെ രക്ഷിക്കൂ. ബാക്കിയുള്ളതെല്ലാം അവന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. ആനയ്ക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും തുമ്പിക്കൈ കൊണ്ടൊരു മാങ്ങ പറിച്ച് വ്യാപാരിക്ക് കൊടുത്തു. വ്യാപാരി ആ മാങ്ങ തിന്ന് വ്യാപാരിക്ക് അവന്റെ ആരോഗ്യം വീണ്ടും കിട്ടി നേരെ എണീറ്റു. നന്ദിയുണ്ട് ദയാലുവായ മരത്തിനും മൃഗങ്ങൾക്കും. ഞാനിപ്പോൾ എന്നെ ഓർത്ത് ലജ്ജിക്കുന്നു. ഞാൻ മുറിക്കാൻ പോകുന്ന ഈ മരമാണോ എൻ്റെ ജീവൻ രക്ഷിച്ചത്? എന്നോട് ദയവായി ക്ഷമിച്ചാലും ഞാൻ ഇവിടെ നിന്ന് ഇപ്പം തന്നെ പൊക്കോളാം. വേണ്ട, നിങ്ങൾ ഇങ്ങനെ പോകാൻ പാടില്ല. നിങ്ങൾ രക്ഷപ്പെട്ടു, പക്ഷേ മറ്റു മനുഷ്യരെങ്ങനെ രക്ഷപ്പെടും? നിങ്ങൾ കുറച്ച് പഴങ്ങൾ കൊണ്ടുപോകും. രോഗികളായവർക്ക് ഈ പഴം നൽകിയ ശേഷം ഇതിൻ്റെ വിത്ത് മണ്ണിൽ കുഴിച്ചിടുക. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവിടെ ഒരു മരമുണ്ടാവും. അങ്ങനെ നഗരത്തിലുടനീളം ഗ്രാമത്തിലുടനീളം ആ മരങ്ങളുണ്ടാവും. അങ്ങനെ ഈ പകർച്ചവ്യാധി അവസാനിക്കും. ഇത് കേട്ട് വ്യാപാരി കുറെ മാങ്ങ പറിച്ചു. എന്നിട്ട് അവിടുന്ന് പോയി. അങ്ങനെയാണ് ആ വ്യാപാരി എന്നെ നാട്ടിലേക്ക് കൊണ്ടുവന്നത്. ആ മാങ്ങയുടെ വിത്ത് കൊണ്ടവൻ കുറെ മാവ് നട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് ആ മഹാമാരി ഈ നാട്ടിൽ നിന്നും പമ്പ കടന്നു. ഫലത്തിലേക്ക് രാജാവാരാ ഞാനാ. അപ്പൊ കൂട്ടുകാരെ, എങ്ങനെയുണ്ട് എന്റെ കഥ? ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? കമന്റ് ചെയ്ത് എന്നോട് പറയണേ. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി പറയണം. എന്നെ കഴിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ?